ഒരൊറ്റ ആയുധം കൊണ്ടാണ് അമേരിക്ക ലോകത്തിന്റെ മുതലാളി കളിക്കുന്നത്. യെസ്, പെട്രോ ഡോളർ എന്ന വജ്രായുധം. ഇങ്ങനെ ഒരു അപകടത്തെക്കുറിച്ച് അറിഞ്ഞോ അറിയാതെയോ ഇതിന് കൂട്ടുനിന്നത് ആരാണ്? സൗദി അറേബ്യ. കഥ അറിയാത്തവർക്ക് 1970-കളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. വിയറ്റ്നാം യുദ്ധത്തിന്റെ ബാധ്യത, സ്വർണവുമായുള്ള ഡോളറിന്റെ ബന്ധം അവസാനിപ്പിച്ച തീരുമാനം, ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്ന കാലം. അതേസമയം സൗദിയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എണ്ണപ്പാടങ്ങളുടെ സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, ഇതിനൊക്കെ സൗദിക്ക് ഒരു സഹായം വേണമായിരുന്നു. എണ്ണ വിറ്റ് കിട്ടുന്ന തുക എവിടെ നിക്ഷേപിക്കണം എന്നതായിരുന്നു അവരുടെ മറ്റൊരു തലവേദന. കിട്ടിയ അവസരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ സൗദിയുമായി രഹസ്യ കരാറിലെത്തി. സൗദിക്ക് വേണ്ട സുരക്ഷയും സഹായവും ഒക്കെ അമേരിക്ക നൽകും. പകരം എന്ത് വേണം? അമേരിക്കൻ ഡോളറുമായി വരുന്ന രാജ്യങ്ങൾക്ക് മാത്രം സൗദി എണ്ണ വിൽക്കണം. വൈകാതെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും സൗദിയുടെ വഴി പിന്തുടർന്നു. ഇങ്ങനെ എണ്ണ വിറ്റ് കിട്ടുന്ന ഡോളറിനാണ് പെട്രോ ഡോളർ എന്ന് പറയുന്നത്. അതോടെ ലോകരാജ്യങ്ങൾ മുഴുവനും എണ്ണ വാങ്ങാൻ അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കേണ്ട നിലയിലായി. അമേരിക്കയ്ക്ക് എത്ര ഡോളർ വേണമെങ്കിലും അടിച്ചിറക്കാം എന്ന അവസ്ഥയുമായി. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവാൻ അമേരിക്കയ്ക്ക് സൗദി അവസരമൊരുക്കിയതുപോലെയായി. സൗദി അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോക ചരിത്രം തന്നെ മറ്റൊന്നാവുമായിരുന്നു. ചരിത്രത്തിന്റെ ഗതി നിർണയിച്ച ഇത്തരം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയാൻ ഇപ്പോൾ തന്നെ ബി ടു ഹാർട്ട് ഫോളോ ചെയ്യൂ.